തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് ദോഷം ചെയ്യുന്നത് തന്നെയാണ് PMശ്രീ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ PMശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് പോലും ഇപ്പോൾ പറയുന്നത് എന്താണ്? PMശ്രീയിൽ നിന്ന് ഇനി നമുക്ക് പിന്മാറാൻ സാധിക്കില്ല. അതായത് രണ്ട് സെക്രട്ടറിമാർ തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന വെറും ഒരു ധാരണാപത്രം മാത്രമാണ് ഇപ്പോൾ PMശ്രീയുടെ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ഭരണപക്ഷം, അതായത് VD സതീശൻ സർക്കാരും UDFും പ്രചരിപ്പിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് വകുപ്പ് സെക്രട്ടറിമാർ തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള വെറും ഒരു ധാരണാപത്രം മാത്രമാണ്. ക്യാബിനറ്റിൽ വരാത്ത ഒരു കാര്യം മുഖ്യമന്ത്രി തന്നെ ഒരു തീരുമാനമെടുത്താലും ആ തീരുമാനത്തെ തിരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? ക്യാബിനറ്റിനുണ്ട്. അപ്പോൾ ആ ക്യാബിനറ്റ് കൂടുകയോ ക്യാബിനറ്റ് തീരുമാനം ആകുകയോ ചെയ്യാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് ഭയക്കുന്നത്? PMശ്രീയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഒരു MOU മാത്രമാണ്. ആ MOU ക്യാൻസൽ ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നാണോ പറയുന്നത്? നമസ്കാരം. ഇപ്പോൾ PMശ്രീയുടെ കാലഘട്ടമാണ്. PMശ്രീയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. PMശ്രീ കൂടാതെ തന്നെ ബക്കാഡി വിഷയമുണ്ട്. ഇതായിപ്പോൾ അദാനി പോർട്ടിൻ്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിലപാടുകളുടെ രാജകുമാരൻ, ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് PMശ്രീ ഇനി നമുക്ക് പിന്മാറാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം. പക്ഷേ MOUവും അതോടൊപ്പം തന്നെ എഗ്രിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പുസ്തകങ്ങളൊന്നും അധികം വായിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗൂഗിളിൽ ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ MOU ആൻഡ് എഗ്രിമെൻറ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലാക്കാത്ത രീതിയിൽ നിയമസഭയെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ PMശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള ഒരു 6-7 കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക. ഒരിക്കലും ഇത് നമ്മുടെ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ വേണ്ടിയിട്ടോ പരിഹസിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു വീഡിയോ അല്ല. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് ദോഷം ചെയ്യുന്നത് തന്നെയാണ് PMശ്രീ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ PMശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് പോലും ഇപ്പോൾ പറയുന്നത് എന്താണ്? PMശ്രീയിൽ നിന്ന് ഇനി നമുക്ക് പിന്മാറാൻ സാധിക്കില്ല. PMശ്രീയെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൽ ഒഴുക്കുമെന്ന് പറഞ്ഞിരുന്ന ആൾ ആരാണ്? അത് KM ഷാജിയാണ്. ഇന്ന് KM ഷാജി അറബിക്കടലിൽ ഒഴുക്കിയ ആ ഒരു PMശ്രീയെ തേടിക്കൊണ്ട് DYFIക്കാരും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ N ഷംസുദ്ദീൻ, അതായത് അദ്ദേഹമാണ് PMശ്രീയെ സ്വാഗതം ചെയ്തത്. PMശ്രീ വഴിയായിട്ട് സർക്കാർ ഒപ്പിട്ട് പണം വാങ്ങിയെന്ന കള്ളം പ്രചരിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ABVP പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ, മന്ത്രിയുടെ ക്യാബിനിൽ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് ഭരണഘടനാപരമായിട്ട് തന്നെ ഏത് രീതിയിൽ നമുക്ക് ഈ കരാറിൽ നിന്ന് പിന്നോക്കം പോകാം എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്. PMശ്രീയിലെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടത് കേരളത്തിലെയും കേന്ദ്രത്തിലെയും വിദ്യാഭ്യാസ സെക്രട്ടറിമാരാണ്. അതായത് രണ്ട് സെക്രട്ടറിമാർ തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന വെറും ഒരു ധാരണാപത്രം മാത്രമാണ് ഇപ്പോൾ PMശ്രീയുടെ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ഭരണപക്ഷം, അതായത് VD സതീശൻ സർക്കാരും UDFും പ്രചരിപ്പിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് വകുപ്പ് സെക്രട്ടറിമാർ തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള വെറും ഒരു ധാരണാപത്രം മാത്രമാണ്. ഇത് അങ്ങനെ ഒരു ധാരണാപത്രം ആയതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സർക്കാർ, LDF സർക്കാർ, ഈ ഒരു ധാരണാപത്രത്തെ ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കത്ത് കേന്ദ്രത്തിന് നൽകുകയും ഈ ഒരു പദ്ധതിയുമായിട്ട് സഹകരിച്ച് മുൻപോട്ട് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തു. ഇനി അടുത്തൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 299 അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ നിയമപ്രാബല്യമുള്ള കരാറുകളിൽ ഏർപ്പെടുന്നത് പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും പേരിലായിരിക്കണം. ഒപ്പമിടുന്നത് അവരാവണമെന്നില്ല, അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരായിരിക്കണം. ഇത് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 299 പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് എത്രയോ വർഷക്കാലം അഡ്വക്കറ്റായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന, നിയമത്തിൽ കൃത്യമായിട്ട് അറിവും വിജ്ഞാനവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലേ? അതോ മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്നതാണോ? അടുത്തതും കൂടെ പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 299 നിഷ്കർഷിച്ചിരിക്കുന്ന പ്രക്രിയയിലൂടെ അല്ലാതെ ഏർപ്പെടുന്ന ധാരണകൾ സാധുതയില്ലാത്തതാണ് എന്ന് 1961 സ്റ്റേറ്റ് ഓഫ് ബീഹാർ വി കരംചന്ദ് ദാപ്പർ ആൻഡ് ബ്രോസ് ലിമിറ്റഡ് കേസ് മുതലുള്ള വിധികളിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ തന്നെ രാജ്യത്തെ വിവിധ ഹൈക്കോടതികളിലെ വിധികൾ കൂടി ഇതിനകത്ത് ഉദ്ധരിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെ തന്നെ ട്രിവാൻഡ്രം ഗോൾഫ് ക്ലബും സ്റ്റേറ്റ് ഓഫ് കേരളയുമായിട്ടുള്ള കേസിലും സമാനമായ രീതിയിൽ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെന്താ നമ്മുടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അഡ്വക്കറ്റ് ആയിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാത്ത കാര്യമാണോ? അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത കാര്യമാണോ? അറിയാവുന്ന കാര്യം തന്നെയാണ്.
പക്ഷെ അറിയാവുന്ന കാര്യത്തെയും അറിയില്ല എന്ന് അദ്ദേഹം നടിക്കുകയാണ് അല്ലെങ്കിൽ അഭിനയിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെന്റ് ചട്ടം 10 അനുസരിച്ച് സാമ്പത്തിക മാനങ്ങളുള്ള എല്ലാ തീരുമാനങ്ങളും ഫിനാൻസ് വകുപ്പിന്റെ അനുമതിയോടെയാവണം എടുക്കേണ്ടത്. PMC നടപ്പിലാക്കാൻ 40% തുക മുടക്കേണ്ടത് സംസ്ഥാനമാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ആവശ്യമാണ്. PMC പദ്ധതിക്ക് അത്തരം അനുമതി ലഭിച്ചിട്ടില്ല. ഇതും ഇന്ത്യയിലെ പല ഹൈക്കോടതികളും സ്വീകരിച്ചിട്ടുള്ള തത്വമാണ്. സ്വാഭാവികമായിട്ടും ധനകാര്യ വകുപ്പിന് 40% ഇപ്രാവശ്യം PMCയിലേക്ക് അനുവദിക്കാൻ അല്ലെങ്കിൽ വക മാറ്റിവെക്കാനായിട്ട് ഇല്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാവുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അത് ഉപയോഗപ്പെടുത്താത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അടുത്തത്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 146 അനുസരിച്ച് കേരളം റൂൾസ് ഓഫ് ബിസിനസ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിസഭയുടെ അനുമതിയോട് കൂടിയ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനാവൂ. മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെങ്കിലും മന്ത്രിസഭയുടെ അനുമതി ഇല്ലെങ്കിൽ അത് അസാധുവാണ്. PMCയുടെ കാര്യത്തിൽ മന്ത്രിസഭാ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ക്യാബിനറ്റിൽ വരാത്ത ഒരു കാര്യം, മുഖ്യമന്ത്രി തന്നെ ഒരു തീരുമാനമെടുത്താലും ആ തീരുമാനത്തെ തിരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? ക്യാബിനറ്റിനുണ്ട്. അപ്പോൾ ആ ക്യാബിനറ്റ് കൂടുകയോ ക്യാബിനറ്റ് തീരുമാനം ആകുകയോ ചെയ്യാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് ഭയക്കുന്നത്? PMCയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഒരു MOU മാത്രമാണ്. ആ MOU ക്യാൻസൽ ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇപ്പോൾ VD സതീശൻ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ തീരുമാനത്തെ വേണമെങ്കിൽ സംസ്ഥാനത്തെ ക്യാബിനറ്റിന്, മന്ത്രിസഭയ്ക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു നിയമം നിലവിലുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് PMCയിൽ നിന്ന് പിന്മാറാൻ സാധിക്കത്തില്ല. LDF ഗവൺമെന്റ് ഒപ്പിട്ട് പോയി, ഇനി ആ ഒരു എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ഇത് എഗ്രിമെന്റ് അല്ല ഒപ്പിട്ടിരിക്കുന്നത്, ധാരണാപത്രമാണ്. ഇതൊരു ധാരണാപത്രമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക? അടുത്തത്, PMCയിൽ ഒപ്പിട്ട നടപടിയെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് തത്വത്തിൽ എടുത്ത ഒരു തീരുമാനമായേ കാണാനാവൂ. ഇതിന് നിയമപ്രാബല്യമില്ല. ഇതിൽ നിന്ന് പിന്മാറാൻ കേരളത്തിന് സാധിക്കില്ല എന്ന നിലപാട് വീണ്ടും ചോദിക്കുകയാണ്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ഒരു വക്കീലാണെന്ന്. അങ്ങേപോലുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു കൂവുന്നത് എന്നുള്ളതാണ് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തി കളയുന്നത്. തീർച്ചയായിട്ടും ഇത് ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാരിക്കൊണ്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ UDFനെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് രാവന്തിയോളം പണിയെടുത്ത ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ്? KM ഷാജി പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താങ്കൾ PMC അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ PMC എടുത്ത് അറബിക്കടലിൽ ഒഴുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? അതൊരു കവലപ്രസംഗമല്ല എന്നാണ്. എന്താ, കവലയിൽ നിൽക്കുന്ന ആളുകൾക്ക് വിലയില്ലേ? കവലയിൽ നിൽക്കുന്ന ആളുകളൊന്നും മനുഷ്യരല്ലേ? അവിടെ നിൽക്കുന്നവരെ എന്ത് സംസാരിപ്പിച്ചും പൊട്ടന്മാരാക്കാൻ വേണ്ടി സാധിക്കുമോ? അതാണോ KM ഷാജി ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ KM ഷാജി? അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് തന്നെയാണ് KM ഷാജിയോട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ N ഷംസുദ്ദീൻ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹം എന്താണ് പറഞ്ഞത്? PMCയിൽ ഒപ്പിട്ട് കഴിഞ്ഞ സർക്കാർ പണം വാങ്ങിയെന്ന് പറഞ്ഞു. PMCയിൽ ഒപ്പിട്ടിട്ട് 1 രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ വാങ്ങിയിട്ടുണ്ടോ? ആ കള്ളം പൊളിഞ്ഞു വീണതല്ലേ. SSK ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സർക്കാർ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. PMCയുടെ ഒരു MOU സൈൻ ചെയ്തു. MOU സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് SSK ഫണ്ട് റിലീസായി. SSK ഫണ്ട് റിലീസായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ CPIക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു. CPI ശക്തമായ എതിർപ്പുമായി രംഗത്ത് വരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഉടനെ തന്നെ എന്താ സംഭവിച്ചത്? LDF സർക്കാർ ഒരു തീരുമാനമെടുത്തു, PMCയുമായിട്ട് തുടർന്ന് മുൻപോട്ട് പോകാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന്. ആ അറിയിപ്പ് ആർക്ക് കൊടുക്കുന്നു? കേന്ദ്ര സർക്കാരിന് കത്തായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി VD സതീശൻ എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. മിനിറ്റുകൾക്കകം തന്നെ ആ കത്ത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് LDFന് സാധിച്ചില്ലേ? എത്ര നാൾ ഇതുപോലെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പൊതുബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുൻപോട്ട് ഭരിച്ചു പോകാൻ വേണ്ടി സാധിക്കും? എത്ര നാൾ? ഒരു ചോദ്യമാണ്. PMC എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ അജണ്ടകളാണ്. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ജ്യോത്സ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നാളെ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതും അംഗീകരിക്കുന്ന ഗതികേടിലേക്ക് പോകരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കുകയുള്ളൂ.